വീട്ടിൽ തന്നെ എനിക്ക് കുളിക്കാൻ മടിയാണ്. അപ്പോഴാണ് ഇനി മൊറോക്കൻ കുളിയെന്ന് വീഡിയോ ഞാൻ ചിലപ്പോഴേ ഇടുള്ളൂ, കാരണം ഇനി കുളിസീലിട്ടെന്നും പറഞ്ഞ പ്രശ്നം വരണ്ട. ഞാൻ കുറച്ച് നേരമായിട്ട് ഇപ്പൊ എത്തും എത്തിപ്പോയെന്ന് പറഞ്ഞ് കുറെ നേരം ഇവരെന്നെ സഹിച്ചു. കുഴപ്പമില്ല, അപ്പൊ ശ്വേത ചേച്ചി വന്ന സ്ഥിതിക്ക് എന്റെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അല്ല അങ്ങനെയല്ല. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരിക്കൽ കൂടി ശ്വേത ചേച്ചിക്ക്, നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചിക്ക് ഒരു നല്ലൊരു കൈയടി. കം ഓൺ എവരിവൺ. ആഹാ, കുഴപ്പമില്ല അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷം ഇത്രയും സ്ത്രീകൾ ഒരു സ്പാ സലൂണിന് വേണ്ടി ഇനോഗ്രേഷന് വന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. കറക്റ്റ് സ്ഥലത്താണ്. എനിക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ ഇവിടെ എന്താ പറയുക, നമ്മൾക്ക് കുറേ സാധനങ്ങൾ, കുറേ ട്രീറ്റ്മെൻറ്റ്സും കുറേ തെറപ്പീസ് എല്ലാം പറയാൻ പാടില്ല അല്ലേ? അതൊക്കെ പറയാൻ ഒരു അവസരം ഞാൻ തരുന്നതായിരിക്കും. ഇനി കുറച്ചു നേരം കൂടെ വിളിക്കട്ടെ ഞാൻ. ആണോ? ഓ, എനിക്കിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പാമ്പർ ആവാൻ തോന്നുന്നു. അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ശ്വേത ചേച്ചിയുടെ ഒപ്പം ഞാൻ 2 അടിപൊളി കപ്പിൾസിനെ കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. യെസ്, 2 സെപ്പറേറ്റ് കപ്പിൾ ആട്ടോ. ഓക്കെ, ഓൾറെഡി ടാറ്റയൊക്കെ തരുന്നുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ യൂട്യൂബിന്റെ ഒരു പവർ ഹൗസ് അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള നമ്മളെല്ലാരും കാത്തിരുന്ന ആരാ ഓഡിയൻസ് ഒന്ന് കാർത്തിക്, സൂര്യൻ, വർഷ. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ശബ്ദം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഈ സഞ്ചാരം ചാനലൊക്കെ ഉറങ്ങാൻ നേരത്ത് നമ്മളെല്ലാവരും കുറച്ച് നാൾ മുന്നേ സഞ്ചാരം ചാനലൊക്കെ വെച്ച് കാണാം. ഇപ്പൊ എല്ലാവരും ആളുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഉറങ്ങും. നല്ല കാമായിട്ടുള്ള ശബ്ദം, പ്രസന്റേഷൻ രീതിയിൽ നമ്മുടെ മലയാളികളുടെ എല്ലാം മനസ്സ് കീഴടക്കുക. വെരി ലവ്ലി കപ്പിളാണ്. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള 2 പേരാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ആൻഡ് ശ്രീവിദ്യ. കാത്തിരുന്ന 3 പേരുകളും അല്ലെ, 2 കപ്പിൾസ് ആൻഡ് ശ്വേതാജി നമ്മോടൊപ്പം ഈ സ്റ്റേജിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നൗ വി ആർ മൂവിംഗ് ഓൺ ടു അവർ ഒഫീഷ്യൽ സെറമണി. ഔദ്യോഗിക ചടങ്ങിലേക്കാണ് ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ്, ഫോർ അഡ്രസ്സിംഗ് ദ കാറ്ററിംഗ്, ലെറ്റ് മീ ഇൻവൈറ്റ്, ഞാൻ ഏറെ ബഹുമാനപൂർവ്വം ഏറെ സന്തോഷത്തോടു കൂടെ തന്നെ നമ്മുടെ ബോട്നിക് സലൂൺ ആൻഡ് സ്പായുടെ ഡയറക്ടർ ശ്രീ ഷമീർ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഫോർ ദ ഇതെൻ്റെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഈ മൊമെൻറ്റിൽ ഒരു വർഷം മുമ്പേ ഞാൻ ഇദ്ദേഹത്തിനെ ബാംഗ്ലൂരിൽ കണ്ടപ്പോൾ ഈ ആശയത്തിന് 1.5 വർഷം മുമ്പേ ഈ ആശയത്തിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാ യു ആർ സ്റ്റാൻഡിങ് ദേർ. യാ, ഗോഡ് ബ്ലെസ് യു. സത്യം, ഇഫ് യു ആഞ്ഞു പിടിച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിൽ നേടാം എന്നുള്ള ഒരു പ്രചോദനം ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് വൺസ് അഗൈൻ. എനിക്ക് നിങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം പറയുക എന്നാണ് നമ്മുടെ MC എന്നോട് പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഒരു വലിയ നന്ദിയാണ്. ഈ വേദിയിൽ എന്നെ വിശ്വസിച്ച ഒരു മനുഷ്യൻ, എനിക്ക് വേണ്ടി ഒരാള് വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ എന്നെ വിശ്വസിച്ച ആ മനുഷ്യനോട് നന്ദി പറയാതെ എനിക്ക് ഈ വേദിയിൽ ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി പ്രൗഡ് മൊമെന്റ് ഫോർ മീ. ഇതെനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ശരിക്കും എൻ്റെ വാക്കുകൾ ഇടറുകയാണ്. ബോട്നിക് സലൂൺ ആൻഡ് സ്പാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വലിയ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. ഇത് കൊച്ചിയിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് ഞങ്ങൾക്ക് ഇവിടുത്തെ കൊച്ചിയിലെ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾക്ക് അത്രയും നിർബന്ധം ഉണ്ടായിരുന്നു. ഒരുപാടധികം സലൂണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സലൂണിലും സ്പാകളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും. ബട്ട് ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങളെടുക്കുന്ന ഓരോ സർവീസിനും അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശരിക്കും കുറച്ച് നേരമായിട്ട് ഈ സ്റ്റേജിൽ കയറി ഇന്ന് നന്നായിട്ട് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹത്തിൽ നിന്നിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. കുറേ നേരമായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ മാറി ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു വിങ്ങലിനെ അടക്കാൻ നോക്കായിരുന്നു. എനിക്ക് പറ്റുന്നില്ല.
താങ്ക് യു സോ മച്ച്. ഞാൻ എല്ലാവരെയും ഞാനങ്ങ് ഒറ്റയടിച്ചേക്ക് സ്വാഗതം പറയാം കേട്ടോ. എനിക്കങ്ങോട്ടും എടുത്ത് പറയാൻ പറ്റുന്നില്ല. എല്ലാവരെയും ഞാൻ എൻ്റെ ഈ സലൂണിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മളുടെ സലൂണാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ബോട്ടണിക്കിന്റെ വക ഒരു സ്മോൾ ടോക്കൺ ഓഫ് ലവ്, അത് ഞങ്ങളിത് ഒരു ബൊക്കെ രീതിയിലാണ്. അപ്പോൾ സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട കാർത്തിക് സൂര്യ ആൻഡ് വർഷിക്ക് ബൊക്കെ നൽകുന്നത് ഓക്കെ നമ്മുടെ ഭദ്രക്കുട്ടിയാണ്. ലച്ചു, യെസ് ലച്ചു ആണ്. ഓക്കെ യെസ്, നെയിംസിലുള്ള പേരുകളെല്ലാം വെട്ടിക്കളഞ്ഞ് കുഞ്ഞി പടങ്ങൾ തന്നെ വരട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട രാഹുൽ ആൻഡ് ശ്രീവിദ്യ ചേച്ചിക്കും കല്യാണി, യെസ് കല്യാണക്കുട്ടിയാണ് ബൊക്കെ നൽകുന്നത്. യെസ്, ആൻഡ് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ശ്വേത ചേച്ചിക്ക് ഭദ്രയാണ് ബൊക്കെ നൽകുന്നത്. വൗ, താങ്ക് യു. യെസ്, എന്നോട് ഇവരെ മൂന്നുപേര് പറഞ്ഞു ഞങ്ങൾ ശ്വേത ചേച്ചിക്ക് ബൊക്കെ കൊടുത്തോട്ടെ, ഞങ്ങള് ശ്രീവിദ്യ ചേച്ചിക്ക് ബൊക്കെ കൊടുത്തോട്ടെ. അപ്പൊ എനിക്ക് തന്നേക്കുന്ന വലിയ വലിയ ആൾക്കാരുടെ പേരുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആണോ, അയ്യോ നിങ്ങളുടെ പേരുകൾ തന്നിട്ടില്ലല്ലോ, കുഴപ്പമില്ല ചേച്ചി ഞങ്ങൾക്ക് കൊടുക്കണത്. സോ അവരുടെ സന്തോഷപ്രകാരം അവർ മൂന്നുപേരല്ലേ ഇവിടെ നമ്മുടെ ഡെസിഗ്നേഷൻ എല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ സ്റ്റാർസ് ഇവരാണ്. സോ ശ്വേത ചേച്ചി, രാഹുലേട്ട, ശ്രീവിദ്യ, കാർത്തിക് സൂര്യ ആൻഡ് വർഷ, ഇനി നമുക്ക് ദ മെയിൻ സെഗ്മെന്റ് നെയിം ആൻഡ് ലോഗോ റിവീലിലേക്ക് കടന്നാൽ അതിന് ശേഷം സംസാരിക്കാം അല്ലേ? യെസ്, ഇത്രയും നേരം ഞാൻ പറഞ്ഞതാണ് ഇവർ കേട്ടോണ്ടിരുന്നത്. ഇനി നെയിം റിവീലിന് ശേഷം നിങ്ങൾ പറയുന്നതും കൂടെ ഞങ്ങൾ ഈ കൊച്ചിക്കാർക്ക് കേൾക്കണം. സോ ശ്വേതാജി, നമുക്ക് പോയാലോ? ശ്രീവിദ്യ, കാർത്തിക്, വർഷ, ഒരുപാട് പേരുകൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ്. നമ്മൾ ഇത്രയും നേരം താങ്ക് യു സോ മച്ച്. ഇനി ശ്വേതാജിയുടെ വാക്കുകൾ. ഇന്നത്തെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു സലൂണിൽ പോകാത്ത ഒരാളുമില്ല. സലൂൺ വേറെ വേറെ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് സർവീസസ് തരുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് സർപ്രൈസസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഇവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് എവ്രി വൺ ലൈക്സ്, ഐ തിങ്ക് പാമ്പറിങ് ഈസ് സംതിങ് നമ്മളെല്ലാവരും എപ്പോഴും നോക്കുന്നത്. എവിടെ നമുക്ക് എത്ര എക്സ്ട്രാ കിട്ടും അതാണ് നമ്മൾ നോക്കുന്നത്. അതിവിടെ എന്തായാലും കിട്ടും, അത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. ബിക്കോസ് നമ്മൾ യൂഷ്വലി മലയാളികൾ ബാംഗ്ലൂരോ അല്ലാതെ എവിടെയെങ്കിലും കേരളത്തിൽ പുറത്തു പോയിട്ടാണ് മൊറോക്കൻ ബാത്തെല്ലാം കിട്ടുക. അതിപ്പോൾ നമ്മുടെ കൊച്ചിനിലെത്തി. ബിക്കോസ് മൊറോക്കൻ ബാത്ത് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രെസ് ബസ്റ്റർ. ആൻഡ് പിന്നെ കുറേ നമ്മുടെ സലൂൺ എന്താ പറയുക സർവീസസ് ഉണ്ട്. നല്ല A-ക്ലാസ് നെയിൽ ആർട്ട് ഉണ്ട്, പ്രീമിയം നെയിൽ ആർട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ ഒബ്വിയസ്ലി ഐബ്രോസ്, ഫേഷ്യൽസ്, ഇതൊക്കെ എല്ലാം ഉണ്ട്. ബിക്കോസ് എന്തായാലും ഇനി മുതൽ നിങ്ങൾ എന്നെ ഇവിടെ ഉറപ്പായിട്ട് കാണും, അത് ദാറ്റ്സ് ഫോർ ഷുവർ. സോ ഐ എം ജസ്റ്റ് വിഷിംഗ് ബോട്ടണിക് സലൂൺ ആൻഡ് സ്പാ ഓൾ ദ വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്, ആൻഡ് പണ്ടെന്ന് വളരട്ടെ. യെസ്, ശ്വേതാജിയുടെ നാക്ക് പൊന്നാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് ശ്വേതാജി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇന്റർനാഷണൽ ഗ്രേഡിലുള്ള നെയിൽ ആർട്ട്, ഐലാഷ് എക്സ്റ്റൻഷൻസ് ആൻഡ് മൈക്രോബ്ലേഡിങ്, അങ്ങനെ അല്ലേ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനി കുറെ ഉണ്ട്, ഇനി ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള എല്ലാ സർവീസസ് ഉണ്ട്. ആൻഡ് രാഹുൽ ആൻഡ് ശ്രീവിദ്യ, നിങ്ങളൊന്ന് പുറത്തൊക്കെ പോയി ഇതൊക്കെ ചെയ്തില്ല, മൊറോക്കൻ ബാത്ത്, ടർക്കി ബാത്ത്, കണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ വന്നു, ഞങ്ങൾക്ക് അത്രയും പൈസ മുടക്കിട്ട് പോകേണ്ട ആവശ്യമില്ല. സോ ടെൽ അബൌട്ട് ബോട്ടണിക് ആൻഡ് ഈ ഫാമിലി ആയിട്ടുള്ള കളക്ഷൻ. എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകളെ വീണ്ടും വീണ്ടും എങ്ങനെ വഷളാക്കാം എന്നതിൻ്റെ ഭാഗമായി 5000 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഈ സലൂൺ, സത്യം പറഞ്ഞ് ഞാൻ പോകുന്ന വഴിക്കാം ഈ ഒരു ഏരിയയിൽ ഇങ്ങനൊരു സലൂണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എത്ര കണ്ണടച്ചു പിടിച്ചാലും നമുക്ക് കണ്ടുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ ഈ ഒരു സർക്കിളിൽ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കുറച്ച് നാൾ മുന്നേ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോകേണ്ടായിരുന്നു, ഇവിടെ തന്നെ വന്നാൽ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നപ്പം നമ്മുടെ കേരളത്തിൽ ഇതില്ലല്ലോ എന്നുള്ളൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നു. അതെ, എൻ്റെ ഭർത്താവ് പോലും ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അടിപൊളിയാവട്ടെ. അടിപൊളി. All the best.
അല്ല, ഒരുപാട് സന്തോഷം ഇവിടെ ഇങ്ങനെ നിങ്ങളെല്ലാവരുടെയും കൂടെ നിൽക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് ചേച്ചി, കാർത്തിക്, സൂര്യ, വർഷ, എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഇത്രയും നല്ലൊരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൊറോക്കൻ യാത്ര ഒഴിവാക്കി കിട്ടി. ഈ മൊറോക്ക ഇവിടെ ഉണ്ടല്ലോ, മൊറോക്കൻ ബാത്ത് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ആഴ്ചയിൽ അല്ലെങ്കിൽ ഓരോ ദിവസം ഈ 2 നേരം വെച്ച് സ്പായിൽ പോകുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇതൊരു വലിയ പ്രചോദനമായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം കൂടെ സൈഡിലുണ്ട്. അപ്പോൾ ബോട്ട്നിക്കിനും ഇവിടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് 1000 ആശംസകൾ. വലിയ വലിയ ഒരുപാട് ബ്രാഞ്ചുകളുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും ബ്രാഞ്ചുകളുള്ള ഒരു വലിയൊരു സംരംഭമായി മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് രാഹുലേട്ട ഫോർ ദ കൈൻഡ് വേർഡ്സ്. എനിക്ക് രാഹുലേട്ടനില്ല ഇവിടുത്തെ ഒരു പ്രസന്റേഷൻ വീഡിയോ കേട്ടാൽ കൊള്ളുന്നത്, അത് ഡെഫിനറ്റ്ലി. കാരണം ആളുടെ പ്രസന്റേഷൻ ഒരു രക്ഷയില്ല, നമ്മളെ എന്ത് പിടിച്ചിരുത്തുന്ന എന്ന നല്ല രസത്തിലാണ്. അപ്പം ഞങ്ങളുടെ ഈ സലൂണിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം. ഇങ്ങനത്തെ ഒരാളെ പിടിച്ചിരുത്തിയ ഒരാളാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് എല്ലാം ഈസിയാണ്. ഓക്കെ, ആൻഡ് ഇത് പിന്നെ പറയണ്ടല്ലോ, നമ്മള് ഫുഡ് കഴിക്കുമ്പോഴായിക്കോട്ടെ, അല്ല പറയണ്ടല്ലോ, കിടക്കാൻ നേരത്തായിക്കോട്ടെ, രാവിലെ എണീക്കുമ്പോഴായിക്കോട്ടെ, ഇത് യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് വരുന്നതാണ് കാർത്തിക് സൂര്യ. ആ ഒരു നെയിമാണ്. ഇത് ഇനി അറിയാത്ത മലയാളി പ്രേക്ഷകർ ഉണ്ടാവില്ല. വർഷം ഒപ്പം ഇനിയിപ്പോ തമ്മിൽ ഇപ്പൊ എപ്പോഴും വർഷം ഉണ്ടാവും. 2 തല, ഒരു തല മാറി 2 തലയായി. സോ ഞങ്ങൾക്ക് ഈ ഫാമിലി വന്നതിന് ഒരുപാട് സന്തോഷം. ആൻഡ് അത് തന്നെ ബോട്ട്നിക് എന്ന ഈ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഹലോ, റാൻഡമായിട്ട് ക്യാമറ പിടിച്ചിരിക്കുന്ന മച്ചാനെ, ഹായ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം എനിക്ക് പെട്ടെന്ന് കണ്ണിൽ ക്യാച്ചായത് മൊറോക്കൻ ബാത്ത് എന്നാണ്. ഇവിടെ സത്യമായിട്ടും, അതെ സത്യമായിട്ടും ചേച്ചി, കാരണം വീട്ടിൽ തന്നെ എനിക്ക് കുളിക്കാൻ മടിയാണ്. അപ്പോഴാണ് ഇനി മൊറോക്കൻ കുളിയാൻ തന്നെ. എന്തായാലും അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയപ്പോൾ സംഭവം അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും അതിന്റെ വീഡിയോ ഞാൻ ചിലപ്പോഴേ ഇടുള്ളൂ, കാരണം ഇനി കുളിസിയിലിട്ടെന്നും പറഞ്ഞ പ്രശ്നം വരണ്ട. പക്ഷേ എന്തായാലും ഒരുപാട് സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5000 സ്ക്വയർ മീറ്റർ പ്ലസിലാണ് ഇവർ ഇത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ചില്ലറ കാര്യമില്ല. ഞാൻ ഒരു വീട് വെക്കുന്നു, അത് തന്നെ 4000 സ്ക്വയർ ഫീറ്റ് താഴെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുക എന്തുമാത്രം ഏരിയ ആണ് ഇതിനകത്ത് ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, സ്പെഷ്യലിസ്റ്റുകളാണ് ഇവിടെ നിന്നതെല്ലാം ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അത് മാത്രമല്ല, ലേഡീസിനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടാകും. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ 2 പേര് കണ്ടെന്ന് പറഞ്ഞാൽ മൈക്രോ ബ്ലേഡിങ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ അത് വായിച്ചു, എന്തിന്, നിനക്ക് വേണ്ടി. പിന്നെ നെയിലാത്ത അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. പിന്നെ സ്പെഷ്യലിസ്റ്റുകളാണ്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. സ്പെഷ്യലിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ? മലയാളം അറിഞ്ഞുകൂടാത്ത സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു മൊറോക്കോ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. എന്തായാലും ഈ സംരംഭത്തിന് ഒരുപാട് ആശംസകൾ നേരുന്നു. ബ്രോ പറയാൻ വാക്കുകൾ കിട്ടാതായി പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് എന്തുമാത്രം ആഗ്രഹിച്ച് കൊതിച്ചാണ് ഇതിനകത്തോട്ട് ഇറങ്ങിയെന്ന്. എന്താ പിന്നെ കരയണ്ട. ഇതിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും. ഇതൊരു വലിയ സംരംഭമായി തന്നെ വരട്ടെ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത്, ഇത് നല്ലൊരു കണ്ണായ ലൊക്കേഷനിൽ തന്നെയാണ് നിങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് വെഞ്ചർ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് അസ്. സ്വയ ചേച്ചിയുടെയും ശ്രീവിദ്യയുടെയും രാഹുലിൻ്റെ ഒക്കെ കൂടെ ഞങ്ങളെയും ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനിയും ഇത് ഒരുപാട് ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊള്ളുന്നു, പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തോളാം. എന്റെ നിർബന്ധിച്ചു ഇല്ല, വർഷ സംസാരിക്കണം. ബിക്കോസ് വർഷയുടെ ഫസ്റ്റ് ഇനാഗ്രേഷൻ ആണ്. അതും ഞങ്ങളുടെ ബോട്ട്നിക്കിന് വേണ്ടി. വർഷ എന്നോടല്ല, എല്ലാവരോടും ഓൾ ദ ബെസ്റ്റ്. അത് മാത്രല്ല, വർഷ പറഞ്ഞുണ്ട് ഇല്ല, അതല്ല രക്ഷിക്കാനൊക്കെ ആയിട്ട്. വർഷ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഇനാഗ്രേഷൻ വന്ന് ഇത്ര ആൾക്കാര് വ്ലോഗിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. അതോ ഇതുപോലെ ആണല്ലോ ഞാൻ എന്നും കാണുന്ന മുഖം, എന്നും കാണുന്ന ക്യാമറ, അല്ലെ? ഇതുപോലെ തോന്നുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വ്ലോഗ് ശരിക്കും 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ആൾക്കാർ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ 3 ലക്ഷം ആൾക്കാരെ ഫ്രണ്ടിൽ ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു 3 ലക്ഷം ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ ടെൻഷനായി പോകും. അതാണ് ഒരു സൈക്കോളജി. അപ്പൊ വ്ലോഗിൽ അവള് എന്തായാലും വളരെ കഷ്ടപ്പെട്ടാണ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ
ഞാൻ അധികം ഇനി വർഷനെ പേടിപ്പെടുത്തുന്നില്ല. ആൻഡ് കാർത്തിക് സൂര്യ, കാർത്തിക് കിട്ടിയത് നന്നായി. ഈ മൊറോക്കോ ബാത്ത് സ്പെഷ്യലായിട്ട് കപ്പിൾസിന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, അപ്പോ ഇറ്റ്സ് ഓൺലി കമന്റ്സ് ഫോർ കപ്പിൾസ്, ഫാമിലീസിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വർഷയുടെ താങ്ക്സ് പറയാം. വർഷയിലേക്ക് ഇവിടെ കയറാൻ പറ്റില്ലായിരുന്നു മൊറോക്കോ ബാത്തില്. ഇല്ല, കണ്ടോ കിട്ടിയത് നന്നായില്ലേന്ന് വർഷമൊക്കെ. ഓക്കെ, സോ ഇനി നമുക്ക് ഇനി അധികം വൈകിപ്പിക്കുന്നില്ല, കാരണം ഉച്ച നേരം എല്ലാവരും ചൂടെടുത്ത് എല്ലാവരും ഇതിന്റെ ഇന്റീരിയർ ആൻഡ് ബോട്ടണിക് നമ്മളെല്ലാം പറഞ്ഞാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരാരും കണ്ടിട്ടില്ല. സോ നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദ ഇനാഗുറൽ സെറമണിയിലേക്കാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഇത്രയും നേരം ഫ്രം ദ ബിഗിനിങ് ഒരു 10 മണി തൊട്ട് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന, നമ്മളെല്ലാരും പറയുന്ന, നമ്മളെല്ലാരും അഭിമാനത്തോടെ ഇനി കൊച്ചിക്കാർക്ക് പറയാം, സൗത്ത് ഇന്ത്യസ് ദ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ലക്ഷറി സലൂൺ ബോട്ടണിക് ഇന്ന് മുതൽ അങ്ങനെ കൊച്ചിക്ക് സ്വന്തമായി കഴിഞ്ഞിരിക്കുകയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു അവർ ഇനാഗുറൽ സെറമണിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ശ്വേതാജിക്ക് ഒരു ഡ്യൂട്ടിയും കൂടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ ലക്കി ആണ്. ആരാണ് ലക്കീസ്? അവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വൗച്ചർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും അങ്ങ് വന്നു വർഷ സ്ത്രീകൾ. ഓക്കെ, യെസ്, ശ്വേത ചേച്ചി ചൂസ് ചെയ്ത നെയിം ഫസ്റ്റ്, സെക്കൻഡ് വർഷ, ഓക്കെ, ഇനി തേർഡ് ശ്രീവിദ്യ. ഓക്കെ, ആൻഡ് ശ്വേതജി പറഞ്ഞോ. അമിത് ഷാ. അമിത് ഷാ, അമിത് ഷാ. എന്താ നമ്പർ, എന്താ ഫോൺ നമ്പർ, എന്താ? യെസ്, കറക്റ്റ്. മോനെ എന്താ പേര്? അമിത് ഷായോ? അമീർ ഷാ. അത് റാ അല്ല കേട്ടോ. ഞാൻ ആദ്യം അമിത് ഷാ കിട്ടിയിരുന്നു. ഓക്കെ, അമീർ ഷാ. അമീർ ഷാ ചേച്ചി ഇന്ന് രാവിലെ കൂടി സ്പാ കിട്ടുമെന്ന് ചോദിച്ചിട്ട് പറയാറുണ്ട്. എനിക്കൊരു 10 മിനിറ്റ് മസാജ് രാവിലെ. ഭാഗ്യം വന്ന വഴി നോക്കിക്കേ. ആഗ്രഹം താല്പര്യം ഇല്ലേ? ചെയ്തിട്ട് പോയാൽ മതി. പറഞ്ഞോളൂ, എന്റെ കൈയാണ് ഇയാളാ പറഞ്ഞത്. ഓക്കെ, അമീർ ഷാക്ക് ഗിഫ്റ്റ്. ഇവരെന്നോട് രാവിലെ 10 മിനിറ്റ് മസാജ് കിട്ടുമെന്ന് ചോദിച്ചതാ. ഒരു 10 മിനിറ്റ്, കാരണം ഒരു 10,000 രൂപയുടെ സർവീസ് ആണ് കിട്ടിയത്. 10,000 rupees സർവീസ്. ഞാൻ മേടിച്ചു. അമീർ ഷാ സന്തോഷായില്ലേ? ഓക്കെ, ഓ അല്ല, ഒരു 2 വാക്ക് പോട്ടെന്ന് പറയില്ല. ഇതേ നിന്റെ മുഖം ഇവിടെ എല്ലാരും കണ്ടതാണ്. സർവീസ് നിനക്കുള്ളതാട്ടോ. ഓക്കെ, വളരെയധികം സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇല്ല, സന്തോഷം, വളരെയധികം സന്തോഷം. താങ്ക് യു. ഹലോ. ഇല്ല ഇല്ല, എന്തെങ്കിലും മതി. പേടിക്കോ? നിനക്ക് ഇതിനകത്ത് എല്ലാ സർവീസും ചെയ്യാനുള്ള ബഡ്ജറ്റ് അതിനകത്തുണ്ട്. ധൈര്യമായിട്ട് നീ സലൂണിൽ കയറുക, എല്ലാ എക്സ്പീരിയൻസും ചെയ്യുക. 1 ഡേ നിനക്കുള്ളതാ. പോരെ? സന്തോഷമായല്ലോ. താങ്ക് യു സോ മച്ച് അമീർ. ആൻഡ് നെക്സ്റ്റ് വിനോദ് പി.